ഗൈസ് ഓടിച്ചെന്ന് പുണ്യാളഞ്ഞ് നേർച്ചിട്ട് ഞാൻ വണ്ടി ഉള്ളിലോട്ട് കയറ്റിയില്ല. ആ വണ്ടി പുറത്ത് തന്നെ ഇട്ട് നേർച്ചിട്ട് പെട്ടെന്ന് തന്നെ നേർച്ചിട്ട്. കാരണം നോ പാർക്കിംഗ് ബോർഡൊക്കെ ഉള്ള സ്ഥലമാണ്. ഓടിച്ചെന്ന് നേർച്ചിട്ടിട്ട് വണ്ടിയിലോട്ട് ഓടിക്കറി. അപ്പം തന്നെ ഒരു ട്രിപ്പ് അത് പുണ്യാളൻ. 10 രൂപ പുണ്യാളിന് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പ് നമുക്ക് പുണ്യാളൻ തന്നിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. കറക്റ്റ് ടൈമിൽ എന്താണ് നേർച്ച ഇടുന്നു, ട്രിപ്പ് അടിക്കുന്നു. ഇവിടെ ഞാൻ ഓടി വണ്ടി കയറിയപ്പോൾ ട്രിപ്പ് വന്നേക്കാൻ ജസ്റ്റ് എടുത്ത് എങ്ങോട്ടേക്കാണെന്ന് നോക്കിയിട്ടില്ല. ചെറിയ ട്രിപ്പ് എങ്ങോട്ടാണ് കിട്ടിയേക്കണം. എന്നാലും കിട്ടേണ്ടത് നമുക്ക് കിട്ടേണ്ടത് കിട്ടും. കേട്ടോ, അയ്യോ ഈ വഴിയല്ല, അപ്പുറത്തായിരുന്നു. അപ്പുറത്തായിരുന്നു. ഈ ചേട്ടനും കൺഫ്യൂഷനായി. ഞാൻ ഇതിലേ കൂടി എടുത്തപ്പോൾ വണ്ടികളൊക്കെ ഇതിലേ കൂടി വരും. ചില സമയത്ത് വണ്ടി ഇതിലേ കൂടി വരും, ചില സമയത്ത് വണ്ടി ഇതിലേ കൂടി വരും. അതാണ്. ഓ ഇനി പെട്ടിട്ടാ ഊട്ടടിക്കേണ്ടി വരും. പെട്ട് ഗൈസ്, ഐ ആം ട്രാപ്ഡ്. അതിലേ കൂടി തന്നെയായിരുന്നു എടുക്കേണ്ടത്. ഇതാണ് ചില സമയത്ത് നമുക്ക് കിളിയായി പോണതാ. കറങ്ങിയെടുക്കേണ്ടി വരും. ഇനി ഇവിടെ ഷോർട്ട് കട്ട് ഉണ്ട്. ആ ഷോർട്ട് കട്ട് കൂടി വരാം നമുക്ക്. ഗൈസ് ഞാനപ്പോൾ ആ വഴി കൂടി വന്നിട്ട് ബാക്കി കാണാട്ടോ. വല്ലാത്തൊരു കുഴിയാണത്. ഗൈസ് ഞാൻ വീണ്ടും കറങ്ങിയിട്ടാ. നമുക്ക് ആ വഴി കൂടി കയറി പോകാൻ പറ്റിയില്ല. അത് നോ എൻട്രി ആയിരുന്നു. ഇപ്പം ഞാൻ ആ കസ്റ്റമറെ പിക്ക് ചെയ്യാൻ ഇതിലേ കൂടി കറങ്ങി ദേ ഇവിടെ സിഗ്നലിൽ വന്നിരിക്കണേണ്ട. കസ്റ്റമർ പോസ്റ്റാണ്. ഞാൻ പറഞ്ഞു ഐ ആം സ്റ്റക്ക് ഇൻ ട്രാഫിക് 5 minutes എന്ന് പറഞ്ഞു. എടപ്പള്ളി വരുമ്പോൾ കറക്റ്റ് ആ യൂ ടേൺ തന്നെ എടുത്തോളാം. പാലത്തിൻ്റെ ഇടയിലുള്ള രണ്ടാമത്തെ യൂ ടേൺ അടച്ചിട്ടേക്കണേ. പെട്ടുപോകും. ഞാൻ ചില സമയത്ത് ഞാൻ കിളി പോലെ ആയിപ്പോവും. നമ്മുടെ മൈൻഡ് ഔട്ടായി പോകല ഗൈസ്. ചില സമയത്ത് മൈൻഡ് ഔട്ടായി പോകും. അപ്പോൾ ഇപ്പോൾ അതേപോലെ ഒന്ന് മൈൻഡ് ഔട്ട് ആയതാണ്. കാരണം ബാക്കിൽ വണ്ടി ഒന്ന് ഹോൺ അടിച്ചു, ഫ്രണ്ടിൽ കൂടി വലിയ വണ്ടി വന്നപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ല. പെട്ടെന്ന് എന്താ പറയുക, ഞാനും സ്റ്റക്കായിപ്പോയി, മൈൻഡ് സ്റ്റക്കായിപ്പോയി. അതാണ് നേരെ എടുത്തത്. ലോക്കായി. എന്നെ പോലെ തന്നെ ലോക്കായ വേറൊരു ചേട്ടൻ കൂടി ഉണ്ട്. ആ ചേട്ടൻ ഫ്രണ്ടിൽ കിടക്കട്ട്. ഏതായാലും ആ കസ്റ്റമർ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ ക്യാൻസലാവും. നമുക്ക് നോക്കാം. എല്ലാം നല്ലതിന് വേണ്ടി. കഴിഞ്ഞ മേഡം പറഞ്ഞിട്ടില്ല, കഴിഞ്ഞ കസ്റ്റമർ വരാറുള്ളത് വഴി തകൂല, വിധിച്ചത് അവിടെ ആയി തന്നെ വരുമത്. വേണ്ട, ആ മേഡത്തിന് മനസ്സിലായിട്ടോ ഞാൻ പെട്ടുപോയിരുന്നു. ഓക്കെ എന്ന് പറഞ്ഞ മെസ്സേജ് വന്നു. ഭാഗ്യം. മേഡം പോസ്റ്റ് അടിച്ചോളാം എന്ന് പറഞ്ഞത്. കണ്ട, ഈ ഒരു സംഭവമാണ് എന്നെ ചതിച്ചത്. അത് ഒറ്റ ഒരു വഴി മാത്രമേ ഉള്ളൂ. അത് ഇങ്ങോട്ട് വരാനും അങ്ങോട്ട് പോകാനും ഒറ്റ ഒരു വേ മാത്രമേ ഉള്ളൂ. അതാണ് എന്നെ ചതിച്ചത്. ഇടക്ക് ഞാൻ ഇതിലേ കൂടി എല്ലാ ദിവസവും മിക്ക ദിവസം പോണെയാണ്. പക്ഷെ ഇടക്ക് മൈൻഡ് ഔട്ടായി പോകും. അതാ സംഭവിച്ചത്. ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി വരേണ്ട സ്ഥിതിക്ക് ഞാൻ അവിടെ പോയി ഊട്ടണൊക്കെ എടുത്ത് ഉല്ലസിച്ചാണ് എത്തിയേക്കുന്നത്. കസ്റ്റമർ നീ എവിടെ പോയി കിടക്കണേർന്നതാ ഒന്നും പറയണ്ട വേണം. ഒരു യൂട്ടർ എടുക്കാൻ പോയതാ. ഒരു യൂട്ടർ എടുക്കാൻ വേണ്ടി 10 കിലോമീറ്റർ പോയ കത്തിക്കണം. കസ്റ്റമർ അവിടെ പോസ്റ്റാണ്ടാ. ഈ പുണ്യാളൻ കസ്റ്റമർ എടുത്തിട്ടില്ല, ഒന്ന് കറങ്ങിപ്പോയി. ഇപ്പൊ എടുക്കാൻ പോണുള്ളു ഗൈസ്. കസ്റ്റമർ ഈ സൈഡിലേക്കുന്നുണ്ടാ. അപ്പൊ അടുത്ത അവിടെ എത്തിയിട്ട് കാണാട്ടാ. കസ്റ്റമർ അവിടെ ഡ്രോപ്പ് അടിച്ചിട്ടാ. കസ്റ്റമർ എൻ്റെ അടുത്ത് ചോദിച്ചു എന്ത് ഇത്ര വൈകിയെന്ന് വെച്ചിട്ടാ. ഞാൻ പറഞ്ഞു മേഡം ആ ഒരു യൂട്ടേൺ എനിക്ക് കിട്ടിയില്ല, ഞാൻ ഒന്ന് കറങ്ങി മേഡം. 1.5 കിലോമീറ്റർ അവരെ കൊണ്ടുവന്ന് വിടാൻ വേണ്ടി ഞാൻ 3 കിലോമീറ്റർ കറങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ മേഡം ചിരിച്ച്. ഒരു 3 പേരുണ്ടായിരുന്നു. അപ്പം എങ്ങനെ 160 രൂപ കിട്ടിയാണ്. ജസ്റ്റ് 3 കിലോമീറ്റർ, 3 2.5 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടായിരുന്നുള്ളൂ അവരെ കൊണ്ടാക്കാൻ. എടപ്പള്ളി തന്നെ ഞാൻ നിൽക്കണം കേട്ടോ, 5 മിനിറ്റ് ടെമ്പിളിൻ്റെ അവിടെ. പിന്നെ നമുക്ക് നേരെ പോകണ്ട. നേരെ പോയാൽ പാലാരിവട്ടം എത്തും. നമുക്ക് കറങ്ങി തിരിഞ്ഞ് ഇവിടെ എവിടെയെങ്കിലും തന്നെ നിൽക്കാം. ഗോപ്രോൻ്റെ ബാറ്ററി ഇരുന്നു ഗൈസ്. ബാറ്ററി മാറ്റി ഞാൻ. എൻ്റെ കയ്യിൽ എക്സ്ട്രാ ബാറ്ററി ഉണ്ട്. സെറ്റാക്കി. റെക്കോർഡിംഗ് അല്ലേ നോക്കട്ടെ. യാ റെക്കോർഡിങ് സെറ്റ്. മെമ്മറി ഇല്ലേ? 35 മിനിറ്റും കൂടി ഷൂട്ട് ചെയ്യാം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഇവിടെ ഈ ഷോറൂമിൽ നമ്മളൊരു കമ്പനിക്കാരനുണ്ട്. അവനെയൊക്കെ വിളിച്ചു വരുത്തി അവനൊക്കെ എന്ത് പറയാമെന്ന് ദൈവത്തിനറിയാം. ഷോറൂം സന്ദർശിച്ചാല പോയിട്ട് നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട് ഇവിടെ.
ഏത് ഷോറൂമാണ്? മാമംഗലം ഷോറൂം. മാരുതി സുസുക്കിയുടെ അബിദോസ്താണ്. അബിദോസ്ത്. അത് ഞാനിതുവരെ കയറിയിട്ടില്ല. കളമശ്ശേരിയിലേക്കൊരു ട്രിപ്പ്. അവനെ പിന്നെ കാണാം. അവനെന്തോ വാലന്റൈൻസ് ഡേയുടെ പരിപാടിയാണെന്ന് തോന്നുന്നു. എല്ലാ ഉച്ചിന്നത്തിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നുണ്ട്. കസ്റ്റമർ, വേർ ആർ യു സ്റ്റാൻഡിങ്? ഐ ആം കമ്മിങ്. അടി വന്ന് സൗത്ത് കളമശ്ശേരിയിലേക്കാണ്ട. ചെറിയ ഓട്ടം, ലോക്കൽ ഓട്ടം മതി നമുക്ക്. 170, 150, 150, 120 അങ്ങനെ പോയിക്കൊണ്ടിരിക്കണ. ഷോറൂം അച്ഛനെ നമുക്ക് അവിടെ നിന്ന് പിന്നെ വരുമ്പോൾ മീറ്റ് ചെയ്യാം. വെറുതെ അവനോട് സംസാരിച്ചത് സമയം കളഞ്ഞ് നമുക്ക് കാശ് ഉണ്ടാക്കാനുള്ള പരിപാടി കളയണ്ട. നമുക്ക് ആദ്യം പൈസ ഉണ്ടാക്കാം. അവനെ ഫോണിലായാലും വിളിച്ച് സംസാരിക്കാലോ. ട്രിപ്പ് വന്നപ്പോൾ ഒരു ഉഷാറായി കേസ്. ട്രിപ്പ് ഇല്ലാതിരിക്കുമ്പോൾ ശോകം. എനിക്ക് ഒലയിൽ ട്രിപ്പ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഒലയിൽ എന്തോ പെട്ടു. ആദ്യം കസ്റ്റമർ ഇരിക്കുന്ന സ്ഥലത്തെത്തിയിട്ടാ. അപ്പോൾ ഞാനിവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ബാക്കി പറയാട്ടോ ഗൈസ്. ഈ കസ്റ്റമർ ഒരു 20-21 വയസ്സൊക്കെ ഉള്ളൊരു പെങ്കൊച്ചായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത്തിരി അവശനായിരുന്നു. എന്തോ ഉള്ളിൽ പ്രയാസമാണോ പനിയാണോ ഒന്നും അറിയില്ല. എന്തോ വല്ലാതിരിക്കണമായിരുന്നു. പിക്ക് ചെയ്ത് കയറിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു AC ഒന്ന് കുറക്കാൻ പറഞ്ഞു. ഞാൻ AC കുറച്ച് ഇപ്പോൾ നൈസായിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിടാ. എന്തോ ഒരു ബംഗ്ലാവ് എന്നൊക്കെയാണ് പേര് ഒരു വല്ലാത്തൊരു പേര്. എന്തോ ഒരു ബംഗ്ലാവ്, ഫ്രണ്ടിലൊരു BM. എൻ്റെ അമ്മോ, ചെറിയ കൊച്ചായിരുന്നു കയറിയത്. ഒരു ഫ്രീക്കത്തി, ഒരു 21 വയസ്സുള്ള. നൈസ് ടോക്കിങ്. അതായത് അധികം വേണ്ടിയൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് AC കുറക്കും. ഇത് മാത്രം. പിന്നെ ഇറങ്ങിയപ്പോൾ എത്രയെന്ന് ചോദിച്ചു 220. അത്രമാത്രം ടോക്കിങ് ഉള്ളൂ കേട്ടോ. പുള്ളിക്കാരത്തി ഇവിടെ കിടക്കണമായിരുന്നു. വയ്യായിരുന്നു. എന്തോ പാടില്ല എന്ന് തോന്നുന്നു. പനി പിടിച്ചെന്നത് തോന്നണം എനിക്ക്. 20 രൂപ ഉണ്ട് കിട്ടിയത് ആ കസ്റ്റമർ. ഈ കസ്റ്റമറിൽ അതിൽ നമുക്ക് 160 രൂപയോ 170 രൂപയുടെ അടുത്ത് കിട്ടിയിട്ടുണ്ടാവും. അത്രയൊക്കെ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. ബാക്കി ഊബർ എടുക്കുമല്ലോ. ഇപ്പോൾ ഒരു ട്രിപ്പ് വന്നായിരുന്നു. അപ്പോൾ തന്നെ അത് പോവുകയും ചെയ്തു. റഡാർ കിട്ടി പോയി. അതാണ് റഡാർ ഗൈസ്. ഇവിടെ നിന്നും അടുത്ത് ഗൈസ് 5-8 എപ്പോൾ വന്നേനോടാ ഒരു രക്ഷയില്ല. നൈസായിട്ട് ചലിക്കാൻ പോണേ. ഇവിടെ നിന്ന് ചലിക്കാൻ പോണേണ്. ഇന്നലെയും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. ഒരു വണ്ടി പിടിക്കാൻ വേണ്ടി വന്നില്ല ഫിനാൻസ്. അത് ഈ പോലീസ് സ്റ്റേഷനിൽ തന്നെ 2ാം ദിവസവും ഇവിടെ പിന്നെയും വന്നു. ഇവിടെ നാളെ വരുമെന്ന് ദൈവത്തിനറിയാം. ഇപ്പം ആ സമയം 5:30 മണിയായിട്ടോ. എടപ്പള്ളി സൈഡിൽ ഞാൻ എടപ്പള്ളി സൈഡിലെത്തി. ഞാനിപ്പോൾ പള്ളുരുത്തിലേക്ക് നേവിഗേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നേവിഗേറ്റ് ചെയ്തിട്ടാൽ അങ്ങോട്ടേക്ക് ട്രിപ്പ് കിട്ടുമെന്നൊക്കെയാണ്. നമുക്ക് നോക്കാം കേട്ടോ കിട്ടുമെന്ന്. ഗൈസ് അങ്ങനെ 1 മണിക്കൂറിന് ശേഷം ഒരു ട്രിപ്പ് അടിച്ചിട്ടാ ഊബറിൽ. 1 മണിക്കൂറായി ഇവിടെ പോസ്റ്റ് അടിക്കണം. അതൊരു ചെറിയ ട്രിപ്പാണ് അടിച്ചത്. എന്തായാലും പോയി പിക്ക് ചെയ്യാം. സ്ട്രൈറ്റ് തന്നെ കാണിച്ചാണ്. ഐ തിങ്ക് ആസ്റ്റർ മെഡിസിറ്റി ആണെന്ന് തോന്നുന്നു. സോറി, റെനെ മെഡിസിറ്റികൾ കൂടെ ഇതുള്ളതുകൊണ്ട് റെനെ മെഡിസിറ്റിയിൽ നിന്ന് തന്നെ ട്രിപ്പ് അടിച്ചു. ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്. അത് റെനെ മെഡിസിറ്റി ആയിരുന്നു കേട്ടോ. ഇത് എബി മച്ചാൻ ഇവിടെ ഉണ്ടാവും കേട്ടോ. അവിടെ കൗണ്ടറിൽ ഉറക്കം തൂങ്ങിയിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇവരെ പിക്ക് ചെയ്യട്ടെടാ. എന്നിട്ട് ബാക്കി കാണാം. 1 മണിക്കൂറാണ് ഞാനിവിടെ പോസ്റ്റ് അടിച്ചിരുന്നത്. എൻ്റെ പൊന്നെ സീൻ മൂഡ്. റെനെ മെഡിസിറ്റി എത്തിയിട്ടാ. കറക്റ്റായിട്ട് വലിച്ചു കയറ്റിയില്ലെങ്കിലേ നല്ല പണി കിട്ടും. ഒരു പേഷ്യൻ്റ് ആയിരുന്നു കേട്ടോ. നൈസായിട്ട് നമ്മുടെ പാഞ്ചോസ് പാടിവട്ടത്ത് കൊണ്ടൊന്ന് ഡ്രോപ്പ് ഇട്ട് 200 രൂപ കിട്ടിയിട്ടാ. കറക്റ്റ് 199 രൂപ.75 25 പൈസ ടിപ്പ് കിട്ടിയിട്ടാ. 200 റുപ്പീസ് കിട്ടി. ഇപ്പോൾ ഊബർ ഇങ്ങനത്തെ എമൗണ്ട് ആക്കിയതുകൊണ്ട് നമുക്ക് 25 പൈസ 50 പൈസയൊക്കെ ടിപ്പ് കിട്ടുന്നുണ്ട്. കസ്റ്റമറെ പറ്റി പറയാനൊന്നുമില്ല. കസ്റ്റമറൊന്നും മിണ്ടിയുന്നില്ല. കസ്റ്റമറെ പറ്റി പറയാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല. നൈസായിട്ട് ഇങ്ങോട്ട് പോന്നു.
നമ്മളിവിടെ നിന്ന് കൊച്ചിയിലേക്ക് ഒരു ട്രിപ്പ് നേവിഗേറ്റ് ചെയ്തിട്ടിട്ട് ഒരു രക്ഷയില്ലല്ലോ, കിട്ടണില്ലല്ലോ. ചായ പോലും കുടിച്ചോളാം. ചായക്കടയിൽ നോക്കി, പക്ഷേ ചായക്കടയിൽ ഒരു കുഴപ്പമില്ല. എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ ചായക്കടയിൽ ഒന്നുമില്ല. ഞാൻ പാടിവട്ടത്ത് തന്നെയാണ് നിൽക്കണത്. ഊബറിൽ അവരെ പിക്കാൻ വേണ്ടി പോയപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഒലയിലും കൂടി ഒരു ട്രിപ്പ് അടിച്ചായിരുന്നു. പക്ഷേ ഞാൻ അവിടെ എത്തി, കസ്റ്റമർ എൻ്റെ വണ്ടി കാണുകയും ചെയ്ത്. ഒലയിൽ അടിച്ച ട്രിപ്പ് നേരെ കുണ്ടന്നൂർ മരട് ഭാഗത്തേക്കായിരുന്നു. ആ ട്രിപ്പായിരുന്നു എനിക്ക് വേണ്ടത്. ഒല ചതിച്ചതാണ്. ഊബർ ചെറിയ ട്രിപ്പ് മാത്രം തന്നുകൊണ്ടിരിക്കുന്നു. ഒല അത്യാവശ്യം ലോങ് ആയിട്ടുള്ള ട്രിപ്പ് തന്നു, പക്ഷെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒലയിൽ. അതെന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ 2-3 പ്രാവശ്യം അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്തേക്കണം. ഇനിയിപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. ഞാനത് ആക്സെപ്റ്റ് ചെയ്യാനത് കാരണം കസ്റ്റമർ ഓൾറെഡി പിക്ക് ചെയ്യാൻ വേണ്ടി അടുത്തെത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ ക്യാൻസൽ ചെയ്തിട്ട് എൻ്റെ വീടിന് അങ്ങോട്ട് പോയാനേടാ. ഇതിപ്പോൾ കസ്റ്റമറെ ബാഡാക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. അതുകൊണ്ട് ആ കസ്റ്റമറെ ഞാനിവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഊബറിൽ എന്താ സംഭവിക്കണമെന്ന് അറിയില്ല. ഒല ഞാൻ ഓണാക്കിയിട്ടുണ്ട്. ഇപ്പോൾ റാപ്പിഡോയിൽ 10,000 ട്രിപ്പ് എനിക്ക് ഫ്രീ ആയിരുന്നു. ആദ്യമേ റീചാർജ് ചെയ്യാതെ തന്നെ നമുക്ക് 10,000 ട്രിപ്പ് അവർ ഓഫർ ചെയ്യുന്നുണ്ട് റാപ്പിഡോയിൽ. ഇതെനിക്കറിയില്ലായിരുന്നത്. ഞാൻ റാപ്പിഡോ എടുത്ത് അതിനൊരു വാലിഡിറ്റി ഉണ്ട്. ആ വാലിഡിറ്റി തീർന്നു എൻ്റെ. ഇനിയിപ്പോൾ റാപ്പിഡോ റീചാർജ് ചെയ്തിട്ട് വേണം നമ്മൾ ഓടാൻ. അതായത് അതിൽ കമ്മീഷനില്ല, അതിൽ റീചാർജിങ് ആണ്. അത് നല്ല കാര്യമാണത്. റാപ്പിഡോ അടിപൊളിയാണ് കേട്ടോ. ഞാനത് ഓടിയിട്ടുള്ള, പക്ഷേ എൻ്റെ ഈ ഫോൺ വെച്ചിട്ട് എനിക്കത് ഓടാൻ പറ്റില്ല. കാരണം എല്ലാ ആപ്പും കൂടി ഓണാക്കിയിട്ടല്ലേ സീനാണ്. അതുകൊണ്ട് ഫോൺ ഞാൻ എന്തായാലും മാറ്റുന്നുണ്ട് 2 ദിവസത്തിനുള്ളിൽ. ഇപ്പോൾ കുറച്ച് ടൈറ്റാണ് കേസ്. ടൈറ്റൊന്ന് ലൂസായി കഴിയുമ്പോൾ ഫോണും ഒക്കെ ഒന്ന് മാറ്റി സെറ്റാകണം. കുറച്ച് ടൈറ്റാണ്. അപ്പോൾ ഫോൺ ഒരെണ്ണം പുതിയ മേടിക്കണം. എന്നിട്ട് നമുക്കതിൽ ഇപ്പോൾ ഈ ഫോണിൽ ഭയങ്കര ഇതാണ്, സ്പേസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, നോർമലി റഫായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. ഞാൻ ഇത് മേടിച്ചിട്ട് ആകെ 7 മാസമായിട്ടുള്ളൂ. പക്ഷേ ഇത് അടിച്ചു പോയി. അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു ഫോൺ മേടിച്ചിട്ട് നമുക്കതിലേക്ക് ചെയ്യാമെല്ലാം. എൻ്റെ വണ്ടിയുടെ പകുതിയും കൊണ്ട് പോയാനെ തേണ്ടി. അവൻ ഓവർടേക്ക് ചെയ്ത് എൻ്റെ ഇടയിൽ കൂടി. ഞാൻ സൈഡിൽ ഒതുക്കിയാൽ പാർക്ക് ചെയ്തിട്ടേക്കണത്. ബാക്കിൽ വേറെ ലോറിയൊക്കെ ഉണ്ട്. എന്നിട്ട് ഓവർടേക്ക് ചെയ്ത് എന്നെ കൊല്ലാൻ നോക്കിയേക്കണേ. ശരിയാക്കി തരടാ, നന്നായി വരട്ടെ. ഗൈസ് പിന്നെ അടുത്ത ട്രിപ്പ് വന്നിട്ട് കാണാടാ. ഇപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചാണ് ഗൈസ്. ഞാൻ റീൽസും കണ്ടിരുന്നു. ഈ ഫോൺ സൈലൻ്റ് ആയിരുന്നു. കൊച്ചിയിലേക്കായിരുന്നു ആ ട്രിപ്പ്, മിസ്സാക്കി. ഇനി എപ്പോൾ അടിക്കുമെന്ന് ദൈവത്തിനറിയാം. 6:46 സമയം. ഇനി എപ്പോൾ ട്രിപ്പ് വരുമെന്ന് ദൈവം കണ്ട്. ട്രിപ്പ് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. കൈ കൊണ്ട് ഇങ്ങോട്ട് പോയപ്പോൾ തന്നെ കട്ടായി. അടിച്ചു കൂട്ടാ, ട്രിപ്പ് അടിച്ച് ഗൈസ്. ഈ ട്രിപ്പ് അടിച്ചാണ് ഫോറം മാളിലേക്ക് കണ്ടോ. നൈസായിട്ട് കൊണ്ടുപോയി ഡ്രോപ്പ് അടിച്ചിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാട്ടോ. അച്ഛന്മാരെ ഞാനിപ്പോൾ ഫോറം മാളിലാണ് ഇരിക്കണത്. നൈസൊരു മനുഷ്യനായിരുന്നു കേട്ടോ. മനുഷ്യനല്ല, നൈസൊരു ചെക്കനായിരുന്നു. ഒരു ചുള്ളൻ ചെക്കൻ, ഒരു 10-25 വയസ്സുള്ള മച്ചാൻ. സംസാരിച്ചു വന്നപ്പോൾ പുള്ളി പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇൻ്റർനാഷണൽ ലോയറാണെന്ന് പുള്ളി. അടിപൊളിയാണ്ടോ, അടിപൊളി മച്ചാനായിരുന്നു. വേറൊന്നും പറയാനില്ല ഗൈസ്. ഞാനിവിടെ നിന്ന് ചലിക്കനാണ്. ഇനി കാലിയോടി നമുക്ക് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടി നോക്കട്ടെ. ഭയങ്കര തിരക്കായി. ഫോറമാളിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വലിച്ചേണ്ടി കുളമൊക്കുന്നില്ല ഗൈസ്. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മച്ചാന്മാരെ. കടിച്ചു പിടിച്ച് പറയണില്ല, ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ തന്നെ പറയുന്നു. മച്ചാന്മാരെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി വെച്ചേക്കട്ടോ. ഓ തോടാണോ അല്ല. ഓഫ് നല്ലൊരു ചായക്കട. വണ്ടിയുടെ സ്ഥലമില്ല, അതാണ് പ്രശ്നം. നമ്മ ഇന്ന് 94 കിലോമീറ്റർ ഓടിയിട്ടാ. 94 100 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമ്മ കടവന്തരയിൽ നിന്നാണല്ലോ CNG അടിച്ച് ട്രിപ്പ് ഇട്ട് വെച്ചത്. 100 മേളിൽ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നമ്മ ഇന്ന്. പക്ഷെ എന്നാലും സമ്പാദിക്കാൻ പറ്റിയത് 1528 രൂപ പ്ലസ് ഒരു 100 റുപ്പീസ് 130 രൂപ ഈ മറ്റേ കൈ കാണിച്ച് കയറിയില്ലേ ആ ചേച്ചി തന്നു. മൊത്തം 1700 രൂപ 1700 രൂപ ഓടിയുള്ളൂ. അങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ. നമുക്ക് എന്തായാലും ഇനി CNG അടിച്ച് ഫുള്ളാക്കിയിട്ട് വീട്ടിലോട്ട് പോവാം. CNG മാക്സിമം എനിക്ക് തോന്നുന്നു ഒരു 350 രൂപ CNG കയറാൻ ചാൻസ് ഉണ്ട്.
അതും കൂടെ അടിച്ച് അങ്ങോട്ട് ഫുള്ളാക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നാളെ രാവിലെ നോക്കിയാൽ മതിയല്ലോ. നാളെ ഞായറാഴ്ചയാണ്. നാളെ എനിക്ക് ചെറിയൊരു വർക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ഫോട്ടോഗ്രാഫർ എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള ചേട്ടൻ തന്നതാണ്. നാളെ ഒരു ഫോട്ടോഗ്രാഫറിനൊപ്പം വണ്ടി വേണമെന്ന് പറയണ്ടായിരുന്നു. എന്താ സംഭവം എന്നറിയില്ല. നാളെ വൈകുന്നേരമാണോ, ഞാനത് ഷൂട്ട് ചെയ്യാനില്ല. കാരണം അത് വല്ല പ്രൊഫഷണൽ ഷൂട്ടൊക്കെ ആണെങ്കിൽ ഞാൻ അതിൻ്റെ ബിഹൈൻഡ് ദ സീനൊക്കെ എടുത്തിരുന്നാൽ ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാനത് ഷൂട്ട് ചെയ്യാനില്ല. നാളത്തെ ദിവസം അപ്പം അങ്ങനെ പോകും. അപ്പോൾ മച്ചാന്മാരെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൊബായ്. എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാ മച്ചാന്മാർക്കും നന്ദിയാണ് ഇടാ. ഇനി ലാസ്റ്റ് കയറിയ കസ്റ്റമറില്ലേ ഫോറം മാളിലേക്ക്, അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല സൈലൻറ്റ് ക്വയറ്റ്, നല്ല നീറ്റ് കസ്റ്റമർ, അടിപൊളി. കസ്റ്റമറെ പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. ഇത്തിരി സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ, അതായത് നമ്മുടെ ഒരു ചങ്ക് മച്ചാനാണ്. അവന് കുറച്ച് ദിവസമായിട്ട് ആകെ ഡള്ളാണ്. കുറച്ച് ദിവസമല്ല, കുറച്ച് മാസങ്ങളായിട്ട് ആകെ സീനായിട്ട് കിടക്കണേണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാൻ വേണ്ടി ഇരിക്കണമായിരുന്നു. ഇപ്പോൾ അവൻ്റെ സിറ്റുവേഷൻ വളരെ മോശമായി. സോ ഞാൻ അവനോട് പറഞ്ഞായിരുന്നു, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റണത് ഞാൻ ചെയ്യാം ബ്രോ എന്നുള്ള രീതി പറഞ്ഞായിരുന്നു. എന്തായാലും ഇപ്പോൾ നമുക്ക് അവൻ്റെ അടുത്തേക്കൊന്ന് പോവാം. എന്നിട്ട് നിങ്ങൾ ലൈവായിട്ട് നിങ്ങൾ കണ്ടു അവൻ്റെ അവസ്ഥ എന്താണെന്ന്. അവനും നമ്മളുടെ കൂട്ടത്തിലുള്ള ഒരു ഡ്രൈവർ മച്ചാനാണ്. അവൻ്റെ അവസ്ഥ ഒരു 6 മാസമായിട്ട് അവൻ്റെ അവസ്ഥ നിങ്ങളെ ഞാൻ ലൈവായിട്ട് കാണിക്കാം. നിങ്ങൾ അതൊന്ന് കണ്ടോ. എന്നിട്ട് മാക്സിമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണ സപ്പോർട്ട് അവന് ചെയ്യുക. അവൻ എന്താണ് പറ്റിയതെന്നോ ഇതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. നിങ്ങൾ ലൈവായിട്ട് നിങ്ങൾ കണ്ടോ. അപ്പോൾ ഞാൻ പറയണതിനെക്കാട്ടും കൂടുതൽ അവൻ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എന്താ കാര്യമാണ്? ഇത് തല അടിച്ചോണ്ട് അതാണോ? പോട്ടെട്ടാ, പേടിക്കണ്ട പേടിക്കണ്ട, പേടിച്ചിട്ടാണ്. 8 മാസമായി നീ ഇപ്പൊ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. 8 മാസം കഴിഞ്ഞു. എന്റെ കാലിന് നല്ല വളവ് വന്നിട്ട് ഇടുപ്പല് പൊടി പോയിട്ട് ആകെ നല്ല വേദനയാണ്. ഇടുപ്പൽ എന്താണ്? ഹിപ്പ് സർക്കുലേഷൻ നിന്ന് പോയിട്ട് നമ്മുടെ ഫ്ലൂയിഡ് കഴിഞ്ഞു പോയി. ഇടുപ്പല് ദ്രവിച്ച് പൊടിഞ്ഞു പോണേണ്. അതിന്റെ വേദന കാരണം ഉള്ള കണ്ട പെയിൻ കില്ലറൊക്കെ കഴിച്ച് ഇതാവണത്. ഇപ്പൊ നടക്കാൻ പറ്റണില്ല, ഒന്നും പറ്റണില്ല, പണിക്ക് പോകാൻ പറ്റണില്ല, സ്റ്റെയർ കേസ് ഇറങ്ങാൻ പറ്റണില്ല. ഇനിയിപ്പോൾ 2 കാലിന് സർജറിയാണ് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ. ഇപ്പം എല്ലാം കാണിച്ചിപ്പോൾ മെഡിക്കൽ ടെസ്റ്റിൽ ചെയ്യാം എന്നുള്ളൊരു ഇതിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. പക്ഷെ അതിനുള്ള ഫണ്ട് നമ്മുടെ സെറ്റ് ആയിട്ടില്ല. ഇപ്പം നമ്മൾ ആരൊക്കെ ഹെൽപ്പ് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്തിട്ട് 2-3 പേര് വന്ന് വീഡിയോ എടുത്തിങ്ങനെ ഇപ്പം കുറച്ച് എമൗണ്ട് ഒക്കെ ആയിട്ടൊക്കെ തന്നിട്ടുണ്ട്. സലാംക്ക് അവരൊക്കെ വന്ന് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ കുറച്ച് എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. എന്നാലും നമുക്ക് എത്ര രൂപയുടെ ഷോട്ടാണുള്ളത്? ഒരു 3 രൂപ കൂടി ഉള്ള ഒരു ഷോട്ടേ ഉള്ളൂ. 3 രൂപ കൂടി, 3 ലക്ഷം രൂപയും കൂടി നമുക്ക് ഇനി വേണം. കൂടി കിട്ടി അങ്ങോട്ട് ധൈര്യമായിട്ട് പോയി ഇത് ചെയ്തിട്ട് വരാം. പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള ചെലവുകളാണ്. ഇത് കഴിഞ്ഞ ഒരു 6 മാസത്തോളം റെസ്റ്റ് ഉണ്ട്. 6 മാസം കൊണ്ട് 6 മാസം അത് 8 മാസമായിട്ട് കിടപ്പാണ് നീ. അതൊരു ബലത്തിന് വേണ്ടിയിട്ടാണ്. കാരണം നടുവിടെ ഡിസ്കിന് ഗ്യാപ്പ് വീണിട്ടുണ്ട്. 3 ഡിസ്കിന് ഗ്യാപ്പ് വീണാണ്. അതൊക്കെ റിസൾട്ട് കാണിച്ചില്ലേ, ഗ്യാപ്പ് വീണിരുന്നു. അപ്പോൾ ഇത് ഇടുമ്പോഴേ ഒന്ന് ഇങ്ങനെ കിടക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു 5 മിനിറ്റ് കിടക്കാം. പിന്നെ അത് കഴിഞ്ഞാൽ വലത്തേക്ക് ചെരിഞ്ഞ് ഇടത്തേക്ക് ചെരിഞ്ഞ് ഒരു ഇത് കിട്ടൂല. ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ വേദന കയറി വരും. നമുക്ക് അത് പറയാൻ പറ്റത്തില്ല. നമുക്ക് ഭയങ്കര വേദന ആയിരിക്കും. ഭാഗ്യം ഉള്ളൊരു മോനാണ് ഇത് നമ്മൾ സെറ്റാക്കി എടുക്കുന്നത്. എന്താ പാടേ, ഞങ്ങ എല്ലാരും കൂടി കറങ്ങാനൊക്കെ പോയിട്ടുണ്ട്, ബസ്സിൽ യാത്രയൊക്കെ പോയിട്ടുണ്ട്. ഓർമ്മ ഉണ്ടോ എനിക്ക്? അപ്പം എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇവൻ്റെ അക്കൗണ്ട് നമ്പറും ഇവൻ്റെ ഫോൺ നമ്പറും പിന്നെ ഇവൻ്റെ വീടിലെ ലൊക്കേഷനും എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൻ്റെ താഴെ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീട്ടിൽ വന്നിട്ടായാലോ ഫോൺ വിളിച്ച് നോക്കിയിട്ടായാലോ ആ അക്കൗണ്ട് നമ്പറിലേക്ക് ഷെയർ ചെയ്താൽ മതി. മാക്സിമം നമ്മുടെ വീഡിയോ കാണുന്നത് കുറേ പേര് പുറത്തു നിന്നൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉപകാരമായിരുന്നു. ഫ്രണ്ട്സ്, അവൻ്റെ അവസ്ഥ വളരെ സീനാണ്. നമ്മുടെ ഇവിടുത്തെ എല്ലില്ലേ,
ഇടുപ്പല്ലി. ഈ എല്ലി അങ്ങനെ തന്നെ മാറ്റിയിട്ട് ഇതൊരു വെപ്പ്, അതായത് ഫൈബറിൻ്റെ എന്തോ വെക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു സീനാണ് അവൻ്റെ. അവൻ പറയണ കേട്ടിട്ട് അവൻ പറഞ്ഞ് വീഡിയോയിലൂടെ ഞാൻ പറയാനുള്ള എനിക്ക് അത്ര സീനാണത് പറയുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണൊക്കെ നിറഞ്ഞു പുള്ളിക്കാരനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ സീനൊന്നും എടുത്ത് വീഡിയോ ഇടാത്തത്. അത്രയും സീനായതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. എനിക്ക് ഇതേപോലെ ഇങ്ങനത്തെ വീഡിയോ ഒന്നും എടുത്ത് ശീലമില്ല. അപ്പം ഞാൻ എന്തെങ്കിലും സീനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്ന് ക്ഷമിക്കുക മച്ചന്മാരെ. അപ്പോൾ സുനേജിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. പിന്നെ ഞാൻ ഇതേപോലത്തെ വീഡിയോസൊന്നും എടുത്ത് എക്സ്പേർട്ടല്ല, ഒരാൾക്ക് എന്നെ കൊണ്ടൊരു ഹെൽപ്പ് ആവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ ആരൊന്നും തോന്നരുത്. അപ്പോൾ അത്രയും വേദനയൊക്കെ അനുഭവിച്ച് 8 മാസമായിട്ട് നിൽക്കണ ഒരാളാണ് അവൻ. മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റണത് നമ്മൾ ചെയ്യുക, അത്ര എനിക്ക് പറയാനുള്ളൂ ഗൈസ്. എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവണം. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ഡ്രൈവർ സഹോദരനാണ് അവൻ. അപ്പോൾ മച്ചാന ആരും കൈവിടരുത്. എല്ലാവരും ഒന്ന് പറ്റണ രീതിയിൽ എല്ലാവരും ഹെൽപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ അവൻ്റെ മൊബൈൽ നമ്പറും അവൻ്റെ വീടിൻ്റെ ലൊക്കേഷനും അക്കൗണ്ട് നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന സഹായം മാക്സിമം ചെയ്യുക. ഒരു വേദനയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടൊക്കെ എന്നോട് പറയുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഇടാം. അപ്പോൾ നമുക്ക് അവസാനത്തെ ഒരു ഓപ്ഷനാണത്, നമുക്ക് മാക്സിമം നോക്കാടാ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഓടാൻ പോയിട്ടില്ല ഗൈസ്. തലേദിവസം എടുത്ത വീഡിയോൻ്റെ ഒപ്പം ഞാൻ ഈ ഒരു ക്ലിപ്പും കൂടി ആഡ് ചെയ്യാന്നുള്ള മൈൻഡിൽ അവൻ്റെ അടുത്ത് കയറിയതാണ്. എന്തായാലും അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. നമ്മുടെ മച്ചാനെ നമ്മൾ കൈവിടാതെ മാക്സിമം വേണ്ട 3 ലക്ഷം രൂപ നമ്മളാൽ കഴിയണവർക്ക് ഒന്ന് സഹായം ചെയ്യുക. ദൈവം അനുഗ്രഹിക്കട്ടെ.